Hello, my dear friends. Welcome to my YouTube channel, Prahari's Care. So, we are entering to the 16th day of Middle East war. US and Israel attacking Iran, the Republic of Iran, and in response, Iran is attacking all the countries around. The Arabian countries where the US has its defense bases. അപ്പോൾ ആകമൊത്തം ഒരു യുദ്ധത്തിൻ്റെ കോലാഹലം നടക്കുന്ന ഈ അവസരത്തിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്: ഈ യുദ്ധം എന്ന് തീരും? കാരണം യുദ്ധത്തിൻ്റെ അലയടികൾ, അതുപോലെ തന്നെ യുദ്ധത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ഓരോ കൺട്രിയും അനുഭവിച്ച് തുടങ്ങിയിരിക്കുകയാണ്. ഓക്കെ, ട്രംപ് സേസ് ആൻഡ് വാണ്ട് ദി നാറ്റോ faces a very bad future. നാറ്റോ ഒരു വെരി ബാഡ് ഫ്യൂച്ചർ അനുഭവിക്കാൻ തയ്യാറായിക്കൊള്ളണം. If US allies fail to assist the US in opening up the Strait of Hormuz, ഹോർമുസ് സ്ട്രേറ്റ് തുറന്ന് കപ്പൽ യാത്രകൾ, എണ്ണയുടെ ട്രാൻസ്പോർട്ടേഷൻ സുഗമമാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് നാറ്റോ കൺട്രീസ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കളിയാക്കിക്കൊണ്ട് യൂറോപ്യൻ ദേശങ്ങളെ ആകമൊത്തം പറഞ്ഞിരിക്കുകയാണ്. എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ ആരും സഹായിക്കാൻ മുന്നോട്ട് വരുന്നില്ല. റാദർ പീപ്പിൾ, ദീസ് കൺട്രീസ് ആർ സ്കേർഡ് ഓഫ് ഇറാൻ. ദാറ്റ് ഈസ് ദി കേസ്. ഇത് ഷോ ചെയ്യുന്നത് ട്രംപും ഒന്ന് പകച്ചു പോയില്ലേ എന്നുള്ളതാണ്. ആക്ച്വലി ട്രംപ് ഇവിടുന്ന് തടിയൂരണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ സംസാര രീതിയും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ട്രംപിനെ നമുക്കങ്ങനെ മുഖവിലേക്ക് എടുക്കാൻ പറ്റില്ല. ഹി ക്യാൻ ഗോ ടു എനി എക്സ്റ്റെൻറ്റ്, എന്ത് വേണമെങ്കിലും പറയാവുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. സോ ഐ ഡോണ്ട് നോ വെദർ ഹീ ഈസ് അബ്സല്യൂട്ട്ലി റൈറ്റ് വാട്ട് ഹീ ഈസ് സേയിങ്. He may U-turn any time. The president argued that Europe and China were heavily dependent on oil from the Persian Gulf. Unlike the US, the report said. അവർ പറയുന്നത് ചൈനയ്ക്കും ഈ യൂറോപ്യൻ കൺട്രീസിനുമാണ് കൂടുതൽ ഇവിടുന്ന് ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഓയിലിൻ്റെ ആവശ്യമുള്ളത്. ഞങ്ങൾക്ക് അത്ര ആവശ്യമൊന്നുമില്ല. യുനോ US എത്രയോ കാലങ്ങൾ യൂസ് ചെയ്യാനുള്ള എണ്ണ നിക്ഷേപങ്ങളുടെ ഡിപ്പോസിറ്റ്സ് ഓൾറെഡി ദേ ആർ ഹാവിങ്. ദേ ആർ മേക്കിംഗ് ഓൾ ദി വാർ ഇൻ അതർ കൺട്രി. അവർക്ക് യാതൊരു പ്രശ്നമില്ലാത്ത സ്ഥലത്ത് പോയിട്ടാണ് അവർ യുദ്ധം ചെയ്യുന്നത്. പിന്നെ അവരുടെ ഇക്കണോമി ഇത്ര സ്ട്രോങ് ആണ്, അവരുടെ ഡിഫൻസ് ക്യാപ്പബിലിറ്റീസ് ഇത്ര സ്ട്രോങ് ആണ്. കുറച്ച് ചെറിയ യുദ്ധത്തിലൊന്നും ഒരു തോൽവി പറ്റിക്കഴിഞ്ഞാൽ US ഡസൻ കെയർ. യുനോ എത്രയോ യുദ്ധങ്ങൾ തോറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ടാക്റ്റിക്കൽ വിത്ഡ്രോവൽ നടത്തി രക്ഷപ്പെട്ട് തിരിച്ചു പോകുന്ന ഒരു ചരിത്രം വിയറ്റ്നാം ആയാലും അഫ്ഗാനിസ്ഥാൻ ആയാലും ഒക്കെ ഉണ്ട്. ഒരു വെനസ്വേലയുടെ മഡൂരയെ പിടിച്ചു എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു വലിയ കാര്യമല്ല. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ റീസണിങ് വേറെയാണ്. യുനോ ദിസ് ടൈം അറൗണ്ട് വാട്ട് ഐ ആം ഹിയറിങ് ദാറ്റ് ഇറാൻ ഈസ് ഗെറ്റിംഗ് ഹെൽപ്പ് ഫ്രം US. നമ്മൾ നോട്ട് USSR, റഷ്യയിൽ നിന്ന് ഇറാന് സഹായം ലഭിക്കാനുള്ള ഒരു ചാൻസ് വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? റഷ്യൻ സാങ്കേതിക വൈദഗ്ധ്യമുള്ള S-400 നമ്മൾ ഓൾറെഡി വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ദി സെയിം ഒന്നുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള S-500 റഷ്യ ഇറാന് നൽകും എന്നൊരു ശ്രുതി കേട്ടിട്ടുണ്ട്. അത് വരികയാണെങ്കിൽ അവർക്ക് എയർ അറ്റാക്സിൽ നിന്നും US-ൻ്റെയും ഇസ്രായേലിൻ്റെയും എയർ അറ്റാക്സിൽ നിന്നും ഒരുപാട് ടു സം എക്സ്റ്റെൻറ്റ് രക്ഷ നേടാൻ പറ്റും. പിന്നെ അതിനുശേഷം ഇറാനെ തോൽപ്പിക്കുക എന്നുള്ളത് മേ ബി സംതിങ് വെരി വെരി ഡിഫിക്കൽട്ട്. സോ പ്രസിഡൻറ്റ് അതായത് ഡൊണാൾഡ് ട്രംപ് അതാണ് പറയുന്നത്. അയാൾക്കും ഈ ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഇവിടുന്ന് തലയൂരണം എന്നുള്ളൊരു ചിന്താഗതി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓഫ് കോഴ്സ് അയാൾ ഒരിക്കലും സമ്മതിക്കില്ല, ആരും സമ്മതിക്കില്ല. ഈ യുദ്ധം മിഡിൽ ഈസ്റ്റ് നിങ്ങൾക്ക് ഭാവിയിൽ കാണാം. ഇതിലാരും തോൽവി സമ്മതിക്കില്ല. വെദർ ഇറ്റ് ഈസ് ഇറാൻ ഓർ ഇറ്റ് ഈസ് ഹെസ്ബുള്ള
എല്ലാവരും പറയുന്നത് ഞങ്ങളെ അവർ കുറേ നശിച്ചു പോകും, പക്ഷേ എന്നാലും പറയും നമ്മളെ പൂർണ്ണമായും നശിപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറയും. സോ war situation nowadays is like that only. And America, there may not be any ultimate victory for any country this time. So I think എല്ലാ കൺട്രികളും പ്രഷറൈസ് ചെയ്തിട്ട് ഇതിനൊരു ലോജിക്കൽ എൻഡ്. അമേരിക്ക would have some his own reasons, Iran may have some own reasons. അങ്ങനെ ഇത് താൽക്കാലിക ഒരു വിരാമത്തിലേക്ക് നടക്കും. ഇതിലേറ്റവും കൂടുതൽ പ്രോബ്ലം വരുന്നത് ഇസ്രായേലിനാണ്. കാരണം ഇസ്രായേലിന് ഒരു ലോജിക്കുണ്ട് യുദ്ധത്തിന്. കാരണം ഇറാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതായിരുന്നു 2014 ഇസ്രായേലിനെ നമ്മൾ നാമാവശേഷമാക്കുമെന്ന്. അവർ ദേ ഹാവ് പുട്ട് എ ക്ലോക്ക്, ബിഗ് ക്ലോക്ക് ആസ് എ സിംബോളിക് ദിസ് തിങ്. ആ ക്ലോക്കിൽ സമയം തീരുന്നതനുസരിച്ച് ഇസ്രായേലിൻ്റെയും സമയം തീരുകയാണെന്നുള്ള രീതിയിലുള്ളൊരു ക്ലോക്കാണത്. സോ ഇറാൻ ഈസ് ജസ്റ്റ് ആഫ്റ്റർ ഇസ്രായേലിനെ എങ്ങനെയും നശിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഒരു തന്ത്രമാണ്. എന്നാൽ അതിൽ നിന്ന് രക്ഷ നേടുക എന്നുള്ളത് ആ ഒഫൻസ് ഈസ് ദി ബെസ്റ്റ് ഡിഫൻസ് എന്ന രീതിയിൽ ഇസ്രായേൽ കിട്ടുന്ന ചാൻസിൽ ഇറാനെ ആക്രമിക്കുന്നുള്ളത് നോട്ട് ഡൗട്ട് അറ്റ് ഓൾ. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആക്രമണത്തിന് കുറവൊന്നും വന്നിട്ടില്ല. പറയുന്ന കാര്യങ്ങൾ ചിലവരൊക്കെ കുറച്ച് മയത്തിലൊക്കെ പറയുന്നതെന്ന് മാത്രം. ഓക്കെ, വേൾഡിൽ നടക്കുന്ന 2-3 ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ പറഞ്ഞും നമുക്ക് പോവാം. ഡൊണാൾഡ് ട്രംപ് ഈസ് സെറ്റ് ടു ബി വർക്കിംഗ് to build a coalition of countries that will attempt to reopen the Strait of Hormuz. അതായത് പല കൺട്രികളുടെയും നാവികസേന ഒന്നിച്ച് വന്നിട്ട് ഹോർമുസ് കടലിടുക്കിനെ നേരിട്ട് അത് ഇറാനെ അവിടുന്ന് ക്ലിയർ ചെയ്യിച്ചിട്ട് കപ്പലുകൾക്ക് ട്രാൻസ്പോർട്ടേഷൻ സുഗമമാക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹം എല്ലാ കൺട്രികളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ബട്ട് ഇൻ റെസ്പോൺസ് ജപ്പാൻ ഈസ് നോട്ട് സെൻഡിങ് വാർഷിപ്പ് അറ്റ് ദി മൊമെൻറ്റ്. ജപ്പാൻ പറയുന്നത് ഞങ്ങൾ വിടത്തില്ല. ദി US പ്രസിഡന്റ് റിപ്പീറ്റഡ്ലി പ്രസ്ഡ് ദി കൺട്രീസ് ടു ഹെൽപ്പ് സെക്യൂർ ദി this weekend, especially naming China, France, Japan, South Korea and the UK, and earlier warned that NATO face a very bad future if its members fail to step up. നാറ്റോയ്ക്ക് ഇത് തിരിച്ചടിയാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കൺട്രികളെയൊക്കെ ഇവിടെയൊക്കെ അമേരിക്ക റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ചൈനയൊക്കെ ഇപ്പോൾ വളരെ സ്നേഹത്തോടു കൂടിയാണ് ചൈനയോട് പറഞ്ഞിരിക്കുന്നത്. നീ ഇവിടെ സഹായിച്ചില്ലെങ്കിൽ ചൈനയിൽ പോകുന്നൊരു ഡൊണാൾഡ് ട്രംപിൻ്റെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഒരു പ്രോഗ്രാം. അവർ പറഞ്ഞു നീ എന്നെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഓസ്ട്രേലിയ ഹാസ് ഓൾസോ കൺഫേം ഇറ്റ് വിൽ നോട്ട് സെൻഡ് ഷിപ്സ്. ഓസ്ട്രേലിയയും പറഞ്ഞു ഞങ്ങൾ ഷിപ്പൊന്നും അയക്കാൻ പോകുന്നില്ല. വി നോ ഹൗ ഇൻക്രെഡിബിളി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഈസ്, ബട്ട് ദാറ്റ്സ് നോട്ട് സംതിങ് വി ഹാവ് ബീൻ ആസ്ക്ഡ് ഓർ വി ആർ കോൺട്രിബ്യൂട്ടിങ് ടു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇറാനിൽ അറ്റ് ദി സെയിം ടൈം ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നത്. ഇറാനിൽ ഇപ്പോൾ നടക്കുന്നത്, ഇറാനിലൊരു 500 പീപ്പിൾ മിനിമം അറസ്റ്റായിട്ടുണ്ട്. അവരെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫോട്ടോസ് ഷെയർ ചെയ്യുക, ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക എന്നുള്ള, ഓൾദോ ദർ ഈസ് എ ഇൻ്റർനെറ്റ് സ്റ്റോപ്പേജ് ദർ, ഇൻ്റർനെറ്റ് എല്ലാം ഓഫാണ്. ബട്ട് സ്റ്റിൽ കുറച്ച് ആളുകൾ അവരുടേതായ രീതിയിൽ ഇൻ്റർനെറ്റ് ഇതാക്കുന്നുണ്ട്. അവരേതെങ്കിലും സർവീസ് പ്രൊവൈഡറിനൊക്കെ പിടിച്ച് എന്താ സംഭവം എന്ന് അറിയില്ല, സാറ്റലൈറ്റുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ എന്താണെന്ന് അറിയില്ല. പിന്നെ അവരുടെ മിനിസ്ട്രിയുടെ ചെറിയ ഫങ്ഷൻസ് വേണ്ടി മാത്രമേ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുള്ളൂ. എങ്കിലും ഒരുപാട് ലീക്കായിട്ടും ഒരുപാട് സ്ട്രാറ്റജിക് ഇൻഫർമേഷനൊക്കെ പാസ്സായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് അറസ്റ്റുകൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ ഈ യുദ്ധത്തിന് മുമ്പ് ഉള്ള ഫുൾ റിപ്പോർട്ട് നമുക്ക് കിട്ടുന്നില്ല. ഇറാനിൽ ഈ മജ്ലിസ് എന്ന് പറയുന്ന ഇവരുടെ ഭരണകൂടം, ഇറാൻ്റെ ഭരണകൂടം അറ്റ്ലീസ്റ്റ് 30,000 to 90,000 ദി അപ്പർ ലിമിറ്റ് ആളുകളെ, സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും എല്ലാം കൊന്നൊടുക്കി എന്ന് നമ്മൾ അത് ഒരു മീഡിയം പറഞ്ഞിട്ടില്ല. ബട്ട് ആ ന്യൂസുകളൊക്കെ ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഗാസയിൽ വലിയ ഇതാണെന്ന് പറയുന്നത് നമ്മൾ വളരെ ഗാസയിലെ മരണവും ഈ മരണമൊക്കെ ഒന്നുമല്ലേ. വിക്ടിം ഷുഡ് നോട്ട് ബി സബ്ജക്റ്റീവ്. ഒരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ
എവിടെ നടന്നാലും അത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ തന്നെ ആയിരിക്കണം. സോ ബട്ട് ഇതാണോ അങ്ങനെ ഒരു കൺട്രി അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ട് അത് നേരിടാൻ. ഇതിങ്ങനെ യുദ്ധം ചെയ്തിട്ട് കീഴടക്കാൻ പറ്റില്ല. കാരണം സാങ്ഷൻസ് അവരെ മെനി ഡിക്കേഡ്സായിട്ട് 30-40 വർഷങ്ങളായിട്ട് ഒരുപാട് സാങ്ഷൻസും എംബാർഗോസും അനുഭവിച്ചു വരികയാണ് ഇറാൻ. ബട്ട് ദേ ആർ ട്രൈങ് ടു വിസ്റ്റാൻഡ് ഓൾ ദീസ് തിങ്. അവർക്ക് അതിനുള്ളൊരു ക്ഷമതയുണ്ട്. ഇറാൻ ഇസ് എ ഗ്രേറ്റ് കൺട്രി ഇൻ ദാറ്റ് വേ, സിവിലൈസ്ഡ് കൺട്രി. അപ്പോൾ അതിനെ എത്ര പെട്ടെന്ന് ഓഫാക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല. അടുത്തത് നമ്മൾ നോക്കേണ്ടത് നെഗോഷിയേഷൻസ്. വാട്ട് ഈസ് നെഗോഷിയേഷൻസ്? നെഗോഷിയേഷൻസ് എന്നൊക്കെ വാക്കുകൾ ട്രംപ് പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാലുണ്ടല്ലോ ഒരു ജോക്കറായിട്ടുള്ള ആളായിട്ട് തോന്നുന്നു. ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു പ്രൗഡ് വേണ്ടേ. ട്രംപ് സേസ് ഇറാൻ വാണ്ട് ടു നെഗോഷിയേറ്റ്. ട്രംപ് പറയുന്നത് ഇറാൻ നെഗോഷിയേറ്റ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും യുദ്ധം നിർത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. US പ്രസിഡന്റ് റിപ്പീറ്റഡ്ലി അസെപ്റ്റഡ് ദാറ്റ് ഇറാൻ വാണ്ട്സ് എ ഡീൽ badly, saying about diplomatic talks that we are talking to them, but I don't think they are ready, but they are getting pretty close. അവർ തയ്യാറാവുന്നില്ല, പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇറാൻ ആഗ്രഹിക്കുന്നു എന്തെങ്കിലും ഒരു ഡീൽ ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട്. വിത്തിൻ നോ ടൈം ഇറാൻ്റെ റെസ്പോൺസ് വന്നു. ഇറാൻ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അരഗാച്ചി പറഞ്ഞു that Tehran has never asked for a ceasefire. We have never asked even for negotiation. ഞങ്ങൾ ഒരു സീസ്ഫയറിനും ചോദിച്ചിട്ടില്ല. അതുപോലെ തന്നെ വി നെവർ ആസ്ക്, ഒരു നെഗോഷിയേഷനും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾ റെഡിയാണ് യുദ്ധം ചെയ്യാൻ, നിങ്ങൾ വാ, ഞങ്ങൾ റെഡിയാണെന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. വെൻ ആസ്ക്ഡ് ഇഫ് ഹി ആസ് റെഡി ടു ഡിക്ലെയർ വിക്ടറി ഓവർ ഇറാൻ, ട്രംപ് സെഡ്, ഇറാൻ്റെ മുകളിൽ വിജയം പ്രാപിച്ചു എന്ന് ഡിക്ലെയർ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെന്നൊരു പത്രപ്രവർത്തകൻ ചോദിച്ചു ട്രംപിനോട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ദർ ഈസ് നോ റീസൺ ടു, അങ്ങനെ അതിൻ്റെ ഒരു റീസണൊന്നുമില്ല. ആൻഡ് ആഡഡ് ദാറ്റ് ദി US ഹാസ് കോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡാമേജ്. നമ്മൾ ഓൾറെഡി സിഗ്നിഫിക്കൻറ്റ് ഡാമേജ് ഇറാൻ്റെ മുകളിൽ ചെയ്ത് കഴിഞ്ഞു. സോ ദാറ്റ് ഇഫ് വി ലെഫ്റ്റ് ദം റൈറ്റ് നൗ ഇറ്റ് വുഡ് ടേക്ക് ദം 10 years ടു റീബിൽഡ്. അതായത് ഞങ്ങൾ ഇഷ്ടം പോലെ ഇറാനെ ഡാമേജ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് വിട്ടു പോവുകയാണെങ്കിൽ ഒരു 10 വർഷമെങ്കിലും അവർക്ക് റീബിൽഡിന് വേണ്ടി പിടിക്കും. അതെല്ലാം കറക്റ്റാണ്. സിഗ്നിഫിക്കൻറ്റ് ഡാമേജസ് ഇൻഫ്ലിക്റ്റ് ചെയ്തിട്ടുണ്ട്. ദർ ഈസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഒരുപാട് ഡാമേജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇറാൻ ഈസ് സച്ച് എ ബിഗ് കൺട്രി, ദേ വിൽ റീബിൽഡ്. അവർക്കിതൊരു വിഷയമല്ലെന്നേ. ദേ ആർ യൂസ് ടു ഇറ്റ് സച്ച് തിങ്സ്. അപ്പോൾ ഇറാൻ അതൊന്നൊരു വിഷയമേ അല്ല. ദെൻ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ മുജ്തബ 8-ാം തീയതിയോ 7-ാം തീയതിയോ മറ്റോ മുജ്തബ ഖമേനിനെ പ്രഖ്യാപിച്ചല്ലോ നെക്സ്റ്റ് സുപ്രീം ലീഡറായിട്ട്. ആ സമയത്ത് ഒരു ടെഹ്റാൻ്റെ ഒരു സ്ക്വയറിൽ വന്ന് ഒരുപാട് ആളുകൾ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയുണ്ടായി. ഒരുപാട് ആളുകൾ വന്നത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു, ജയ് വിളിക്കുന്നുണ്ടായിരുന്നു മുർത്താജ്. പക്ഷെ ട്രംപ് പറയുന്നത് അതൊക്കെ AI ക്രിയേഷനായിട്ടുള്ള വീഡിയോസാണ്. ദർ ഈസ് നത്തിങ് ലൈക്ക് ദാറ്റ്. ഈ സുപ്രീം ലീഡർ എന്ന് പറഞ്ഞാൽ, അതായത് ആയത്തുള്ള അലി ഖമനേനിയുടെ മകനായ മുജ്തബ ഖമനേനിയെ ഞങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. ഹി ഈസ് നോട്ട് ബാഡ്. അത് ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്, അയാൾക്ക് പരിക്ക് പറ്റിയിരിക്കുകയാണ്, അയാൾ പുറത്ത് വരുന്നതൊക്കെ പറഞ്ഞു. പക്ഷേ ഇവരുടെ ഈ പരേഡും ഇവരുടെ ഈ വിക്ടറി ലിസ്റ്റിങ്ങും എല്ലാം ഒരു AI ജനറേറ്റഡ് ക്രിയേഷനാണെന്നൊക്കെ പറയുമ്പോൾ ട്രംപ് നുണ പറയുകയല്ലേ എന്ന് നമുക്ക് തോന്നും. ആസ്ക്ഡ് അബൌട്ട് ഇഫ് ഹി ഹാഡ് ആർഗ്യൂഡ് വിത്ത് നെതന്യാഹു, ട്രംപ് സെഡ്. അവരോട് വേറൊരു ചോദ്യം ചോദിച്ചു, ഇസ്രായേലിൻ്റെ നെതന്യാഹുവിനോട് നിങ്ങൾ വഴക്കടിച്ചോ? ബിക്കോസ് നെതന്യാഹു എന്ത് ചെയ്തു, കിട്ടിയ ചാൻസിൽ ഓയിൽ ഡിപ്പോസിനെ ആക്രമിച്ചു, ഇറാൻ്റെ ഓയിൽ ഡിപ്പോസിനെ ആക്രമിച്ചു. ഓയിൽ ഡിപ്പോസിനെ ആക്രമിക്കുന്നതോടുകൂടി അവിടെ ആകെ ഓയിൽ ലീക്ക് വന്നു. അത് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ആ കാര്യത്തിൽ അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് പറഞ്ഞ് ട്രംപ് ഇയാളെ ശാസിച്ചു, നെതന്യാഹുവിനെ ശാസിച്ചു എന്നൊരു റിപ്പോർട്ടുണ്ടായിരുന്നു. അതിലാണ് ഈ ചോദ്യം വന്നത്, നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ എന്ന്. അതുകൊണ്ട് ഹി സെഡ് ഹി വുഡ് കോൾ ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് നെതന്യാഹു എക്സ്ട്രാordinary. അങ്ങനെ യാതൊന്നുമില്ല, ഞങ്ങൾ എക്സ്ട്രാordinary റിലേഷനാണ് ഞങ്ങൾ തമ്മിൽ. ട്രംപ് ആൾസോ സെഡ് ഓയിൽ പ്രൈസസ് ആർ ഗോയിങ് ടു കം
trembling down as soon as it's over, and it's going to be over pretty quickly. അവർ പറയുന്നത് ഈ യുദ്ധങ്ങൾ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ഓയിൽ പ്രൈസ് എല്ലാം പെട്ടെന്ന് ഡൗൺ ആവും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ കാരണം ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്ക് ആലോചിക്കാം. കാരണം എല്ലാ 4 ഭാഗത്തു നിന്നും പ്രഷർ വരുന്നുണ്ട്. കാരണം ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ളവർക്കൊന്നും ഇപ്പോൾ ഈ ഫോർ എക്സാമ്പിൾ ഇന്ത്യ, വി ആർ നോട്ട് ഗെറ്റിംഗ് ഓയിൽ സഫിഷ്യൻ്റ്ലി. നമ്മുടെ ഓയിൽ സ്റ്റോക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയും ഈ യുദ്ധം തുടർന്നു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. ഓൾറെഡി വി ആർ ഫേസിങ് ഡിഫിക്കൽട്ടീസ് ഇൻ ദി LPG അരീന. ബട്ട് പെട്രോളും ഡീസലും കിട്ടാതെ ആയിക്കഴിഞ്ഞാൽ വണ്ടി മൂവ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും കാര്യം നടക്കുമോ? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഡിസാസ്റ്റർ ഇൻ ദാറ്റ് കേസ്, നോ. അപ്പോൾ അങ്ങനെ പല കൺട്രികളും പ്രഷറൈസ് ചെയ്യുന്നത് കൊണ്ട് ഈ യുദ്ധം ഇപ്പോൾ തീരും, യുദ്ധം തീർന്നു കഴിഞ്ഞാൽ എല്ലാം നോർമലൈസ് ആവുമെന്ന് ട്രംപ് പറഞ്ഞു പോവുകയാണ്. ഇസ്രായേലി സ്ട്രൈക്സ്, വി ഹാവ് 1000 more ടാർഗറ്റ്സ് ടു ഹിറ്റ് ഇറാൻ. ഇസ്രായേൽ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾക്ക് 1000കണക്കിന് ടാർഗറ്റ്സ് ഉണ്ട് ഇനിയും ഇറാനിൽ ഹിറ്റ് ചെയ്യാൻ വേണ്ടി, സേസ് ഇസ്രായേലി മിലിറ്ററി സ്പോക്സ് പേഴ്സൺ. ഇസ്രായേലി മിലിറ്ററി സ്പോക്സ് പേഴ്സൺ എഫി ഡെഫ്രിൻ said it has thousands of targets to hit in Iran and we are identifying new targets every day. ഞങ്ങൾ ഓരോ ദിവസവും പുതിയ പുതിയ ടാർഗറ്റ്സ് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം they are just ready to fight Iran terribly. Further, Israeli military will continue to strike in Iran and against Hezbollah until we remove the threats and achieve the objectives of the operation. ഇസ്രായേലിന് ക്ലിയർ കട്ട് ഒബ്ജക്റ്റീവ് ഉണ്ട്. അത് ഇറാനെ തകർക്കുക, ഹെസ്ബുള്ളയെ നാമാവിശേഷമാക്കുക എന്നുള്ളതാണ്. ദേ ആർ ക്യാപ്പബിൾ ഓഫ് ഡൂയിങ് ദാറ്റ്. US-ൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല അവർക്ക്. ഇക്കോസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാംഫുൾ ടു എൻവിറോൺമെൻറ്റ്. ഇറാൻസ് ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അരഗാസി ഹാസ് ആർഗ്യൂഡ് ഇസ്രായേലി സ്ട്രൈക്സ് ഓൺ ഫ്യൂവൽ ഡിപ്പോസ് അക്രോസ് ടെഹ്റാൻ എമൗണ്ട് ടു ഇക്കോസൈഡ്. കംപ്ലീറ്റ് പാരിസ്ഥിതിക പ്രശ്നം വന്നിരിക്കുകയാണ് അവിടെ നിന്നാണ്. ഇക്കോസൈഡ് ആയിക്കഴിഞ്ഞു. ഇസ്രായേൽസ് ബോംബിംഗ് ഓഫ് ഫ്യൂവൽ ഡിപ്പോസ് ഇൻ ടെഹ്റാൻ വയലേറ്റ് ഇൻ്റർനാഷണൽ ലോ ആൻഡ് constitute ecocide. Residents face long-term damage to their health and well-being. ഹെൽത്തിന് എല്ലാ ആളുകളുടെയും ഹെൽത്തിന് പ്രശ്നമാണ്. കണ്ടാമിനേഷൻ ഓഫ് സോയിൽ കംപ്ലീറ്റ് കണ്ടാമിനേറ്റഡ് ആയി. ആൻഡ് ഗ്രൗണ്ട് വാട്ടർ കുഡ് ഹാവ് ജനറേഷണൽ ഇമ്പാക്ട്സ്. അടുത്ത തലമുറകളായി വരുന്ന ഒരു വെള്ളം എല്ലാം, ഗ്രൗണ്ട് വാട്ടർ എല്ലാം ചീത്തയായി പോകും. ഇസ്രായേൽ മസ്റ്റ് ബി പണിഷ്ഡ് ഫോർ ഇറ്റ്സ് വാർ ക്രൈംസ്. ഇസ്രായേൽ ഇങ്ങനെയുള്ളൊരു വാർ ക്രൈമിനെ ഇസ്രായേലിനെ പണിഷ് ചെയ്യണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സോ ഇങ്ങനെയൊരു വാർ നടക്കുമ്പോൾ വാർ ക്രൈംസ് വരും, ഷുവറായിട്ട് വരും. ബട്ട് ഇതേതായാലും ഇവിടെ വരെ 16 ദിവസം കൊണ്ടെത്തിച്ചില്ലേ. ഇനി എങ്ങനെയെങ്കിലും ഒരു വേ ഔട്ട് എല്ലാവർക്കും വേണം. പലവരും പറയുന്നുണ്ട് ഇന്ത്യ ഇടപെടുമെന്ന് പറയുന്നുണ്ട്. ലെറ്റ് us see what happens. ഏതായാലും യുദ്ധത്തിൻ്റെ കെടുതികൾ പല കൺട്രികളും പല രീതിയിലാണ് ഇത് വിശകലനം ചെയ്യുന്നത്. എവറിത്തിങ് ഈസ് നോട്ട് ഗുഡ് ഫോർ അമേരിക്ക, ഐ തിങ്ക്. ഇസ്രായേലിനൊന്നുമില്ല. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അവരൊക്കെ എക്കണോമി ഭയങ്കര ഹൈ ആണ്. ഇസ്രായേലിനെ ആക്രമിക്കാൻ 4 ചുറ്റും ശത്രുക്കളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ചെറിയൊരു കൺട്രിയാണ്, ചെറിയൊരു ഡെമോഗ്രഫിയാണ്. അവിടെ അവർക്ക് യുദ്ധം ചെയ്യുക അല്ലെന്നുള്ള വേറൊരു ചോയ്സ് ഇല്ല. ദേ ഡോണ്ട് ഹാവ് എനി ചോയ്സ്. ബട്ട് US ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്, ഇറാൻ ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഈ 2 കൺട്രികൾക്കും ഒന്നുകൂടെ ബ്രോഡ് വേയിൽ ചിന്തിച്ചിട്ട് എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ബിക്കോസ് ടുമോറോ ഇന്ത്യ ഈസ് ഓൾസോ ഗോയിങ് ടു സഫർ. എൻ്റെ എല്ലാവിധ കൺസേണും ഫോർ മൈ കൺട്രി ഓൺലി, മൈ നാഷൻ ഓൺലി. ദാറ്റ്സ് ഇന്ത്യ, ദാറ്റ്സ് ഭാരത്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ബൈ.